എല്ലാവർക്കും നമസ്കാരം. ഞാൻ രാമകൃഷ്ണൻ ടി ബി, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ പോഡ്കാസ്റ്റ് കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. കഴിഞ്ഞ ആഴ്ച ഗ്ലോബൽ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാഴ്ചയായിരുന്നു. നല്ല ഗെയിൻ ടെക്നോളജി സ്റ്റോക്കുകളും അതുപോലെ തന്നെ ഫണ്ടമെൻ്റലി സ്ട്രോങ് സ്റ്റോക്കുകളിലൊക്കെ ഇൻവെസ്റ്റേഴ്സിന് കിട്ടിയ ഒരാഴ്ചയാണ് കഴിഞ്ഞ ആഴ്ച. നമ്മൾ അമേരിക്കൻ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ആഴ്ചയിൽ പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ഡൗ ജോൺസ് ഇൻഡെക്സ്, S&P 500, നാസ്ഡാക്ക് ഇൻഡെക്സ്, നാസ്ഡാക്ക് 100 ഇൻഡെക്സ്, ഈ ഇൻഡെക്സുകളെല്ലാം തന്നെ പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിട്ടാണ് സ്ലൈറ്റ്ലി വീക്കായിട്ട് പ്രോഫിറ്റ് ബുക്കിങ്ങിൽ വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തിട്ടുള്ളത്. വീക്ക് ടു വീക്ക് നോക്കുകയാണെങ്കിലും അമേരിക്കൻ സ്റ്റോക്ക് മാർക്കറ്റിൽ അമേരിക്കൻ ഇൻഡെക്സുകളെല്ലാം തന്നെ ബെറ്റർ ക്ലോസിംഗ് ആണ്, അല്ലെങ്കിൽ റെക്കോർഡ് ഹൈ ക്ലോസിംഗ് ആണ് നടത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇതിൻ്റെ പോസിറ്റീവ് ഇമ്പാക്റ്റിനുള്ള കാരണം ടെക്നോളജി റാലിയാണ്. ജനറേറ്റീവ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് രംഗത്ത് ചിപ്പുകളും സെമി കണ്ടക്ടറുകളും സപ്ലൈ ചെയ്യുന്ന NVIDIA സ്റ്റോക്കിൻ്റെ Q4 റിസൾട്ടും ഗൈഡൻസും ആണ് അമേരിക്കൻ സ്റ്റോക്ക് മാർക്കറ്റിൽ NVIDIAയിലും അതുപോലെ തന്നെ മറ്റ് ടെക്നോളജി സ്റ്റോക്കുകളിലൊക്കെ വലിയ റാലിക്ക് കാരണമാക്കിയിട്ടുള്ളത്. അടുത്ത ദിവസങ്ങളിലും ഇത്തരത്തിലുള്ള റാലി തന്നെയാണ് ടെക്നോളജി സ്റ്റോക്കുകൾ വീണ്ടും അമേരിക്കയിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് NVIDIA, മെറ്റാ പ്ലാറ്റ്ഫോം തുടങ്ങിയ സ്റ്റോക്കുകളിലെല്ലാം തന്നെ പക്ഷേ പ്രോഫിറ്റ് ബുക്കിങ്ങിൽ ചെറിയ രീതിയിലൊക്കെ താഴെ വന്നേക്കാം. പക്ഷേ ഓവറോൾ ഗൈഡൻസ് വളരെ ബെറ്ററാണ് ഈ കമ്പനികൾ നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റേഴ്സ് അറ്റൻഷൻ വീണ്ടും ടെക്നോളജി സെക്ടറിലേക്ക് തിരിയും എന്നുള്ളൊരു ഇൻഡിക്കേഷനാണ് നമുക്ക് എമർജിങ് പോർട്ട്ഫോളിയോ റിസർച്ചിൻ്റെ ഡാറ്റ വെച്ച് നോക്കുമ്പോൾ, കഴിഞ്ഞ ആഴ്ചയിൽ വന്നിട്ടുള്ള ഇൻഫ്ലോ വെച്ച് നോക്കുമ്പോൾ വിലയിരുത്താനായിട്ട് സാധിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ ഗ്ലോബലി ഏറ്റവും കൂടുതൽ ഫണ്ട് ഇൻഫ്ലോ വന്നിരിക്കുന്നത് US ടെക്നോളജി ഫണ്ടുകളിലേക്കും അതുപോലെ തന്നെ ജാപ്പനീസ് ഫണ്ടുകളിലേക്കൊക്കെയാണ്. ഒപ്പം 49 വീക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇന്ത്യ ഡെഡിക്കേറ്റഡ് ഫണ്ടുകളിലേക്കും ഇൻഫ്ലോ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് നമുക്കും നല്ല ഡേയ്സ് ആണ് എഹെഡ് ഉള്ളത് എന്നുള്ള ഒരു ഇൻഡിക്കേഷനാണ്. തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ച് വളരെ ഹാപ്പി ആയിട്ടുള്ള ന്യൂസാണ്. 49 ആഴ്ച കണ്ടിന്യൂസ് ആയിട്ട് ഇന്ത്യ ഡെഡിക്കേറ്റഡ് ഫണ്ടുകളിലേക്ക് ഇൻഫ്ലോ വരുന്നത് ഇന്ത്യൻ മാർക്കറ്റിന് പോസിറ്റീവ് തന്നെയാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ചൈനീസ് മാർക്കറ്റിൻ്റെ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ചൈനീസ് ഗവൺമെൻറ് വലിയ രീതിയിലാണ് ഫണ്ട് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ചൈനീസ് ഇൻസ്റ്റിറ്റ്യൂഷൻ വലിയ രീതിയിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ചൈനീസ് മാർക്കറ്റിലും കാണുന്നുണ്ട്. പക്ഷേ ചൈനയിൽ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് ഇപ്പോഴും ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടില്ല എന്നാണ് റിപ്പോർട്ടുകളൊക്കെ സൂചിപ്പിക്കുന്നത്. ചൈനീസ് ഗവൺമെൻറ്റാണ് വലിയ രീതിയിൽ ഇൻസ്റ്റിറ്റ്യൂഷനെ പുഷ് ചെയ്തുകൊണ്ട് ചൈനീസ് സ്റ്റോക്ക് മാർക്കറ്റ് പ്രോപ്പപ്പ് ചെയ്യാൻ നോക്കുന്നത്. തീർച്ചയായിട്ടും ഇത് ചൈനീസ് സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്നുള്ള എക്സ്പെക്റ്റേഷനാണ് എല്ലാവർക്കും ഉള്ളത്. ജാപ്പനീസ് സ്റ്റോക്ക് മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ആഴ്ച 34 വർഷത്തിന് ശേഷം റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്ത ഒരാഴ്ചയാണ്. 39,175 ജാപ്പനീസ് നിക്കായ് 225 ഇൻഡെക്സ് വ്യാഴാഴ്ച ഹിറ്റ് ചെയ്തിരുന്നു. അതിനുശേഷം സ്ലൈറ്റ്ലി വീക്കായിട്ടൊരു പ്രോഫിറ്റ് ബുക്കിങ്ങിലാണ് സ്ലൈറ്റ്ലി വീക്കായിട്ട് ക്ലോസ് ചെയ്തിട്ടുള്ളത്. വെള്ളിയാഴ്ച ജാപ്പനീസ് മാർക്കറ്റുകൾക്ക് അവധിയായിരുന്നു. ഇനി തിങ്കളാഴ്ച നാളെയാണ് വീണ്ടും റീഓപ്പൺ ചെയ്യാൻ പോകുന്നത്. ഇപ്പോഴത്തെ ഇൻഡിക്കേഷൻ വെച്ച് നോക്കുമ്പോൾ വലിയ രീതിയിൽ ജാപ്പനീസ് മാർക്കറ്റ് വീണ്ടും മുന്നേറും എന്നുള്ള എക്സ്പെക്റ്റേഷനാണ്. പ്രത്യേകിച്ച് ഫണ്ടമെൻ്റലി നമ്മൾ നോക്കുകയാണെങ്കിൽ ജാപ്പനീസ് സ്റ്റോക്ക് മാർക്കറ്റ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 1 ടൈം ബുക്ക് വാല്യൂവിലാണ്. മറ്റ് പല മാർക്കറ്റുകളിലും ട്രേഡ് ചെയ്യുന്നത് 3.75 ടൈംസ് അല്ലെങ്കിൽ 4 ടൈംസ് ബുക്ക് വാല്യൂവിലാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഫണ്ടമെൻ്റൽ ഫാക്ടേഴ്സ് ജാപ്പനീസ് മാർക്കറ്റിലേക്ക് വലിയ രീതിയിൽ ഇൻവെസ്റ്റ്മെൻറ്റിനെ അട്രാക്റ്റ് ചെയ്യും എന്നുള്ള എക്സ്പെക്റ്റേഷനാണ് ഉള്ളത്. അതുകൊണ്ട് അടുത്ത മാസങ്ങളിലും ജാപ്പനീസ് സ്റ്റോക്ക് ഇൻഡെക്സുകൾ പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് എന്നുള്ള എക്സ്പെക്റ്റേഷനാണുള്ളത്. നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ വെള്ളിയാഴ്ച നമ്മുടെ നിഫ്റ്റി പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരുന്നു. 22,277.50 ആണ് റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തത്. അതിനുശേഷം സ്ലൈറ്റ് പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് നമ്മൾ കണ്ടിട്ടുള്ളത്. 22,212.7 പോയിന്റിലാണ് വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തത്. സ്ലൈറ്റ് നെഗറ്റീവ് നമ്മൾ വ്യാഴാഴ്ചയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. അതോടൊപ്പം തന്നെ സെൻസസ് 15.44 പോയിന്റ് വീക്കായിട്ടാണ് വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തത്. സെൻസസിൻ്റെ പുതിയ റെക്കോർഡ് ഹൈ ഇതുവരെ ഹിറ്റ് ചെയ്തിട്ടില്ല. സെൻസസ് മുമ്പ് ഹിറ്റ് ചെയ്തിരുന്ന 73,425.73 ഇതുവരെ ബ്രേക്ക് ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല. നാളെയും മറ്റന്നാളും
നാളോ ഒരു പക്ഷേ സെൻസെക്സും പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് എന്നുള്ളൊരു എക്സ്പെക്റ്റേഷനാണ് നമുക്കുള്ളത്. നമ്മൾ കമോഡിറ്റിയുടെ ഒരു സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ഗോൾഡ് വീക്ക് ടു വീക്ക് ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തത്. അതുപോലെ തന്നെ ബ്രൻഡ് ക്രൂഡ് ഓയിൽ ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ആയിട്ടാണ് ക്ലോസ് ചെയ്തത്. മെറ്റൽ ഫ്യൂച്ചേഴ്സും ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ആയിട്ട് തന്നെയാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മളെ സംബന്ധിച്ച് മറ്റ് ഗ്ലോബൽ ന്യൂസ് ഫ്ലോസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ജനറലി അമേരിക്കയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന ന്യൂസുകൾ, അമേരിക്കൻ പ്രസിഡൻഷ്യൽ ഇലക്ഷൻ റിലേറ്റഡ് ന്യൂസുകളൊക്കെ ഫേവർ ചെയ്യുന്നത് ട്രംപിൻ്റെ രണ്ടാമത്തെ നോമിനേഷനാണ്. ട്രംപ് മിക്കവാറും റിപ്പബ്ലിക്കൻ നോമിനി ആയിട്ട് വീണ്ടും വന്നേക്കുന്നുള്ള സൂചനകളാണ് അമേരിക്കയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതും മാർക്കറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. കാരണം അടുത്ത പ്രസിഡന്റ് നവംബറിൽ ആരായിരിക്കും US പ്രസിഡന്റ്, അതിൻ്റെ ഒരു വളാറ്റിലിറ്റി ഒക്കെ നമുക്ക് മാർക്കറ്റിൽ എക്സ്പെക്റ്റ് ചെയ്യാം. ഒപ്പം നമ്മുടെ ജനറൽ ഇലക്ഷൻ വരികയാണ്. ഏപ്രിൽ മെയ് മാസത്തിൽ നമ്മുടെ പാർലമെൻറ്റ് ഇലക്ഷൻ വരികയാണ്. ഇലക്ഷൻ ഡേറ്റുകൾ ഏത് ദിവസവും വേണമെങ്കിലും ഡിക്ലെയർ ചെയ്തേക്കാം. ആ ഡിക്ലറേഷന് മുമ്പ് ഗവൺമെൻറ് പലതരത്തിലുള്ള അനൗൺസ്മെൻറ്റുകളൊക്കെ നടത്താനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ആ അനൗൺസ്മെൻറ്റുകൾ ഏത് സെക്ടേഴ്സിനാണ് ബെനിഫിറ്റുള്ള അനൗൺസ്മെൻറ്റുകൾ വരുന്നത്, അതിനനുസരിച്ചിട്ടുള്ളൊരു മൂവ്മെൻ്റൊക്കെ നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിലൊക്കെ എക്സ്പെക്റ്റ് ചെയ്യാം. അപ്പോൾ ഗ്ലോബൽ ന്യൂസ് ഫ്ലോസും ഒരുപക്ഷെ ഒരു വളാറ്റിലിറ്റിക്ക് കാരണമാക്കാവുന്ന ന്യൂസ് ഫ്ലോസ് ഒക്കെയാണ്. ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ സംബന്ധിച്ചുള്ള ന്യൂസ് ഫ്ലോസും വളാറ്റിലിറ്റിക്ക് കാരണമാക്കാവുന്ന ന്യൂസ് ഫ്ലോസ് ഒക്കെയാണ്. ഇതൊക്കെ നമുക്ക് ഏത് നേരത്തും ഏത് സമയത്തൊക്കെ എക്സ്പെക്റ്റ് ചെയ്യാം. എന്നിരുന്നാലും നമ്മളെ സംബന്ധിച്ച് ഈ ആഴ്ച നമ്മുടെ Q3 GDP ഡാറ്റ വരുന്നുണ്ട്. Q3 GDP ഡാറ്റ ഫെബ്രുവരി 29 അനൗൺസ്മെൻറ്റ് വരുന്നത്. കഴിഞ്ഞ Q2 നമുക്ക് 7.6% ആയിരുന്നു എല്ലാവരും എക്സ്പെക്റ്റ് ചെയ്യുന്നത്. 7.6% താഴെയാണ്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഇത് മുകളിലത്തെ ഒരു വലിയ അല്ലെങ്കിൽ 7.6% മുകളിലാണ് ഈ ഡാറ്റ വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും വീണ്ടും നമ്മുടെ മാർക്കറ്റ് ഒരു പോസിറ്റീവ് റിയാക്ഷൻ കാണിക്കാനുള്ള ചാൻസസ് ഒക്കെ വളരെ വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ വോളറ്റൈൽ ഡേയ്സ് തന്നെയാണ് ഹെഡ്. എന്നിരുന്നാലും ഒരു ബുള്ളിഷ് ബയാസാണ് മാർക്കറ്റിലുള്ളത്. ഒപ്പം എലക്ഷൻ ഡേറ്റുകൾ അനൗൺസ് ചെയ്യുമ്പോൾ ഒരു പ്രീ എലക്ഷൻ റാലിയും നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ ഗോൾഡ്മാൻ സാക്സ് നമ്മുടെ 3 ബാങ്കുകളെ ഡൗൺഗ്രേഡ് ചെയ്തിരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒന്ന് നെഗറ്റീവ് റിയാക്ഷൻ ഒരു പക്ഷേ ഈ സ്റ്റോക്കുകൾ ഉണ്ടായേക്കാം. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ICICI ബാങ്ക്, യെസ് ബാങ്ക് ഓൾമോസ്റ്റ് ഇതുവരെയുള്ള പോസിറ്റീവ്സ് ഒക്കെ ഡിസ്കൗണ്ടഡ് ആണ് ഈ മാർക്കറ്റിൽ ഈ സ്റ്റോക്ക് പ്രൈസുകളിൽ നിന്നാണ് ഗോൾഡ്മാൻ സാക്സ് പറയുന്നത്. പക്ഷെ അതേസമയം HDFC ബാങ്ക് അവർ അപ്ഗ്രേഡ് ചെയ്തിരിക്കുകയാണ്. തീർച്ചയായിട്ടും നമ്മൾ മാർക്കറ്റിലത്തെ കഴിഞ്ഞ 2 വർഷത്തെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ HDFC ബാങ്കും കോട്ടക് ബാങ്കും ആണ് അണ്ടർ പെർഫോമർ. അപ്പോൾ ഒരു പക്ഷേ ഇവിടുന്ന് അങ്ങോട്ട് HDFC ബാങ്കും കോട്ടക് ബാങ്കും ചിലപ്പോൾ മുന്നേറിയേക്കാം. മറ്റ് ബാങ്കുകളിലുള്ള റാലിയൊക്കെ ഒന്ന് ഹാൾട്ട് ചെയ്തേക്കാം. ഇതിൻ്റെ ഒരു ഇൻഡിക്കേഷൻ തന്നെയാണ് ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്ററായ അല്ലെങ്കിൽ റിസർച്ച് അനലിസ്റ്റായ ഗോൾഡ്മാൻ സാക്സിൻ്റെ ഒരു പ്രഡിക്ഷൻ വന്നിരിക്കുന്നത്. അതിൻ്റേതായ ഇമ്പാക്റ്റ് ഒരു പക്ഷേ ഒക്കെ ഉണ്ടാക്കിയേക്കാം ഈ സ്റ്റോക്ക് പ്രൈസസിൽ. പക്ഷേ നമ്മുടെ ഡൊമസ്റ്റിക് ഫാക്ടേഴ്സ് ഈ നെഗറ്റീവിനെയൊക്കെ ഒരുപക്ഷെ ഓവർകം ചെയ്യാനുള്ള ഒരു സ്ട്രെങ്ത്ത് ഈ സ്റ്റോക്കുകൾക്ക് നൽകാനുള്ള ചാൻസസ് ഒക്കെ കൂടുതലാണ്. ഇനി പേടിഎം കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് ഏറ്റവും കൂടുതൽ താഴെ വന്നിട്ടുള്ളതാണ് പേടിഎം. അതിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ വേഴ്സ്റ്റ് ന്യൂസ് ഫ്ലോസും ഓവറാണെന്നാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. വെള്ളിയാഴ്ച RBI ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാവുന്ന ഒരു ന്യൂസാണ് പുറത്തു വിട്ടിരിക്കുന്നത്. കാരണം പേടിഎമ്മിനും മറ്റ് ബാങ്കുകളായിട്ട് ടൈപ്പ് ചെയ്തുകൊണ്ട് അവരുടെ സർവീസസ് കണ്ടിന്യൂ ചെയ്യാന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. ഒപ്പം പേടിഎം പേയ്മെൻറ്റ് ബാങ്ക് ഒരു പക്ഷേ മറ്റേതെങ്കിലും ബാങ്കുകളോ അല്ലെങ്കിൽ മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനോ ഒക്കെ ടേക്ക് ഓവർ ചെയ്തിരിക്കുന്ന ന്യൂസുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ പേടിഎം ഒരുപക്ഷെ നാളെ മുതലൊരു പോസിറ്റീവ് റിയാക്ഷൻ കാണിക്കാൻ സാധ്യതയുള്ള ഒരു സ്റ്റോക്കാണ്. ഫണ്ടമെൻ്റലി ടെക്നോളജി നല്ലൊരു കാര്യം തന്നെയാണ്. പേടിഎത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ടെക്നോളജിക്കലി പേടിഎത്തിൻ്റെ പ്രോഡക്റ്റ് നല്ല തന്നെയാണ്. പക്ഷെ കുറച്ച് RBIയുടെ ഇൻസ്പെക്ഷനിൽ കൂടെ കണ്ടെത്തിയിട്ടുള്ള വിവരങ്ങളാണ് പേടിഎമ്മിന് ഇത്തരത്തിലുള്ളൊരു നെഗറ്റീവ് റിയാക്ഷൻ കൊടുത്തത്. എനിക്ക് തോന്നുന്നു വേഴ്സ്റ്റ് സീംസ് ഓവർ ഫോർ പേടിഎം. അപ്പോൾ പേടിഎം മുന്നേറാനുള്ള സാധ്യതകളാണ് കാണുന്നത്. അശോക് ലേലൻ്റെ TVS ട്രക്സ് ആൻഡ് ബസ്സസ് എന്ന് പറയുന്ന ഡീലർഷിപ്പ് കമ്പനിയിൽ സ്റ്റേക്ക് എടുത്തിരിക്കുകയാണ്. 50% സ്റ്റേക്ക് എടുത്തിരിക്കുകയാണ്. അപ്പോൾ അശോക് ലേലൻ്റെ ബസ്സുകളും ട്രക്കുകളും ഒക്കെ ഈ ഡീലർഷിപ്പിലൂടെ വിൽക്കാനുള്ള സാധ്യതകളാണ് കാണുന്നത്. അശോക് ലേലിനെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ളൊരു ന്യൂസാണ്. GMR എയർപോർട്ട്സ് നമ്മുടെ GQG രാജീവ് ജയൻ 5% ഹോൾഡ് ചെയ്യുന്നൊരു സ്റ്റോക്കാണ്. അദ്ദേഹത്തിൻ്റെ ലോങ് ടൈം വ്യൂ വളരെ പോസിറ്റീവാണ്. ഇപ്പോൾ
ഡൊമസ്റ്റിക് ആയിട്ട് 3 എയർപോർട്ടുകൾ, ഒന്ന് ഡൽഹി, ഗോവ, ഹൈദരാബാദ്, അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ ആയിട്ട് 2 എയർപോർട്ടുകൾ, ജക്കാർത്ത, അതുപോലെ തന്നെ സെബു, ഫിലിപ്പൈൻസിലെ സെബു. അങ്ങനെ 5 എയർപോർട്ടുകളാണ് ജിയാമാർ എയർപോർട്ട് ഹോൾഡ് ചെയ്യുന്നത്. വീണ്ടും വലിയ രീതിയിൽ എയർപോർട്ടുകൾ അക്വയർ ചെയ്യാനുള്ള പ്ലാനിലാണ് ജിയാമാർ എയർപോർട്ട്. ഒരുപക്ഷെ രാജീവ് ജയൻ്റെ ഒരു പുഷും കൂടി ഉണ്ടായിരിക്കാം. തീർച്ചയായിട്ടും പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. ഈ സ്റ്റോക്കിനെ സംബന്ധിച്ചും വളരെ പോസിറ്റീവായിട്ടുള്ള ഡേയ്സ് ആണ് മുന്നിലുള്ളത് എന്നുള്ളൊരു എക്സ്പെക്റ്റേഷനാണ് നമുക്കുള്ളത്. ഒപ്പം വലിയ രീതിയിലുള്ള എയർപോർട്ട് ഗവൺമെൻറ് നടത്താൻ പോവുകയാണ്. അങ്ങനെ വരുമ്പോൾ ഇന്ത്യയിൽ ഒരുപക്ഷെ വലിയ എയർപോർട്ടുകളിലൊക്കെ GMR ബിഡ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഓവറോൾ ഈ കൗണ്ടറിൽ നമ്മൾ പോസിറ്റീവ് മൊമെൻ്റ് ആണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഓഫ് കോഴ്സ് മാർക്കറ്റിൽ വൊളാറ്റിലിറ്റി ഒക്കെ ഉണ്ടാകുമ്പോൾ ഒരുപക്ഷെ ചെറുതായിട്ടുള്ള നെഗറ്റീവ് റിയാക്ഷനൊക്കെ കാണിച്ചേക്കാം. പക്ഷേ എന്നിരുന്നാലും പോസിറ്റീവായിട്ടുള്ളൊരു ഇമ്പാക്റ്റ് തന്നെയാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഏറ്റവും വലിയൊരു വീക്ക്ലി ന്യൂസ് എന്ന് പറയുന്നത് നമ്മുടെ ഡിഫൻസ് സെക്ടറിൽ നമ്മുടെ ഡിഫൻസ് മിനിസ്റ്റർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ 2028-29 ആകുമ്പോഴേക്കും നമ്മുടെ ഡിഫൻസ് പ്രൊഡക്ഷൻ 3 ലക്ഷം കോടിയും അതുപോലെ തന്നെ ഡിഫൻസ് പ്രൊഡക്റ്റുകളുടെ എക്സ്പോർട്ട് 50,000 കോടിയാക്കി ഉയർത്താനുള്ള ടാർഗറ്റാണ് ഗവൺമെൻറ് ഇട്ടിരിക്കുന്നതാണ്. ഇപ്പം നമ്മുടെ ഡിഫൻസ് പ്രൊഡക്ഷൻ 1 ലക്ഷം കോടിയാണ്. അതുപോലെ തന്നെ നമ്മുടെ എക്സ്പോർട്ട്സ് 16,000 കോടിയാണ്. അപ്പോൾ ഒരു 3 വർഷത്തിനുള്ളിൽ ഇത്തരത്തിലുള്ള ഹയർ ടാർഗറ്റ് ഫിക്സ് ചെയ്തിരിക്കുകയാണ്. തീർച്ചയായിട്ടും വളരെ വളരെ പോസിറ്റീവാണ് നമ്മുടെ PSU ഡിഫൻസ് കമ്പനികൾക്കും പ്രൈവറ്റ് ഡിഫൻസ് കമ്പനികൾക്കൊക്കെ ഈ ന്യൂസ്. പ്രത്യേകിച്ച് പ്രൈസ് ഏർണിംഗ് റേഷ്യോ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ PSU സ്റ്റോക്കുകൾ തന്നെയാണ് ലോവർ ലെവലിൽ ഇപ്പോഴും ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് 33 പ്രൈസ് ഏർണിംഗ് റേഷ്യോ ഉള്ളൂ. അതുപോലെ തന്നെ BEL 42 PE ഉള്ളൂ. അതുപോലെ തന്നെ ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് 31 PE ഉള്ളൂ. കൊച്ചിൻ ഷിപ്പ് യാർഡും 34 PE ഉള്ളൂ. മസഗണ്ടോക്ക് 26.6 PE ഉള്ളൂ. ധാരാളം മറ്റ് കമ്പനികളും ലോവർ PEയിലാണ് കമ്പയർ ടു പ്രൈവറ്റ് കമ്പനികളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഡിഫൻസ് സെക്ടറിലുള്ള കമ്പനികളെ സംബന്ധിച്ച് വളരെ പോസിറ്റീവാണ്. പ്രത്യേകിച്ച് ഭാരത് ഇലക്ട്രോണിക്സ് ഫർദർ മുന്നേറാനുള്ള സാധ്യതകളാണ് കാണുന്നത്. HAIൽ വീണ്ടും മുന്നേറിയേക്കാം. അതുപോലെ തന്നെ GRSC വീണ്ടും മുന്നേറാനുള്ള സാധ്യതകളാണ് കാണുന്നത്. കൊച്ചിൻ ഷിപ്പ് യാർഡ്, മസ്കൻഡോക്ക്, ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡ്, എല്ലാ കമ്പനികളും വളരെ പോസിറ്റീവാണ്. അതോടൊപ്പം തന്നെ പ്രൈവറ്റ് രംഗത്ത് LNTയുടെ അണ്ടറിലുള്ള ഡിഫൻസ് സെക്ടർ ഉണ്ട്, അഡാനി ഡിഫൻസ് ഉണ്ട്, റിലയൻസിൻ്റെ അണ്ടറിലുണ്ട്, ഭാരത് ഫോർജിൻ്റെ അണ്ടറിലുണ്ട്. അതുപോലെ തന്നെ ധാരാളം കമ്പനികളുണ്ട്, ഡാറ്റ പാറ്റേൺസ്. അത്തരത്തിലുള്ള കമ്പനികളെ സംബന്ധിച്ചൊക്കെ വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ് ഡിഫൻസ് മിനിസ്റ്റർ പുറത്ത് വിട്ടിരിക്കുന്നത്. ഗവൺമെൻറ് ടാർഗറ്റ്, ഗവൺമെൻറ് എയിമും വ്യക്തമാണ്. അതുകൊണ്ട് നമ്മുടെ കമ്പനികളെ സംബന്ധിച്ച് നമ്മുടെ ഡിഫൻസ് കമ്പനികൾ അടുത്ത വർഷങ്ങളിൽ ഗ്ലോബൽ ജയൻറ്റുകളായിട്ട് മാറുന്ന കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല. കാരണം നമ്മൾ 25 രാജ്യങ്ങളാണ് ഗ്ലോബലി ആംസ് ആൻഡ് അമ്യുനേഷൻസ് പ്രൊഡ്യൂസ് ചെയ്ത് എക്സ്പോർട്ട് ചെയ്യുന്നത്. അതിലൊരു രാജ്യം കൂടിയാണ് നമ്മൾ. അപ്പോൾ അടുത്ത വർഷങ്ങളിൽ നമ്മുടെ ഡിഫൻസ് എക്സ്പോർട്ട് വലിയ രീതിയിൽ മുന്നേറുമ്പോൾ നമ്മുടെ ഡിഫൻസ് റിലേറ്റഡ് കമ്പനികൾക്ക് വളരെ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ഇമ്പാക്റ്റാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള സെക്ടർ സ്പെസിഫിക് ന്യൂസുകളൊക്കെ നമ്മളെ സംബന്ധിച്ച് വളരെ വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസുകളാണ്. ഇനി നമ്മൾക്ക് നമ്മുടെ IPO സെക്ടറൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മൾ പലപ്പോഴും പല സ്റ്റോക്കുകളും SME IPOയിൽ വരുന്ന പല കമ്പനികളിലും IPOയിൽ ബിഡ് ചെയ്യാനായിട്ട് പറഞ്ഞിരുന്നു. വളരെ കുറവ് ഇൻവെസ്റ്റേഴ്സിനാണ് അതിലൊക്കെ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളത്. കിട്ടിയവരൊക്കെ ഗോൾഡ് മൈനാണ്. കാരണം 150% ആണ് ലിസ്റ്റിംഗ് ഗെയിൻ തന്നെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ആഴ്ച 4-5 IPOs വരുന്നുണ്ട്. അതിൽ നമ്മൾ മേജറായിട്ട് റെക്കമെൻഡ് ചെയ്യുന്നത് മെയിൻ ബോർഡ് IPO ഉണ്ട്. NSEയിലും BSEയിലും ലിസ്റ്റ് ചെയ്യുന്ന മെയിൻ ബോർഡ് IPOയിൽ 2 IPO 27 ഓപ്പൺ ചെയ്ത് 29 അവസാനിക്കും. ഫെബ്രുവരി 27 ഓപ്പൺ ചെയ്ത് ഫെബ്രുവരി 29 അവസാനിക്കുന്ന പ്ലാറ്റിനം ഇൻഡസ്ട്രീസ് ആണ്. 10 രൂപയാണ് ഫേസ് വാല്യൂ. 171 രൂപയ്ക്കാണ് ഹയസ്റ്റ് ബിഡിംഗ് പ്രൈസ്. അതുപോലെ തന്നെ എക്സിക്കോം ടെലി സിസ്റ്റംസ് ആണ്. 142 രൂപയാണ് ബിഡിംഗ് പ്രൈസ്. അതും 10 രൂപയാണ് ഫേസ് വാല്യൂ. അപ്പോൾ ഈ 2 IPOയിലും ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള ഇൻവെസ്റ്റേഴ്സിന്
ഇൻവെസ്റ്റ് ചെയ്യാം. നല്ല രീതിയിലുള്ള ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടാൻ ചാൻസസ് ഉള്ള ഒരു IPO ആണ് പ്ലാറ്റിനം ഇൻഡസ്ട്രീസ്, അതുപോലെ തന്നെ എക്സിക്കോം ടെലി സിസ്റ്റംസ്. അതുപോലെ തന്നെ NSE SME IPO വരുന്നുണ്ട്. അതും ഓപ്പൺ ചെയ്യുന്ന 27-29 തീയതികളിലാണ്. 1600 മാർക്കറ്റിലോട്ട്. ഹയസ്റ്റ് ബിഡിംഗ് പ്രൈസ് 71 രൂപയാണ്. 10 രൂപയാണ് ഫേസ് വാല്യൂ. ഇതിൻ്റെ പേരാണ് പൂർവ്വ ഫ്ലെക്സി പാക്ക് ലിമിറ്റഡ്. അപ്പോൾ ഈ 3 IPOയിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് താല്പര്യമുള്ള ഇൻവെസ്റ്റേഴ്സിന് ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. കിട്ടുകയാണെങ്കിൽ നല്ല ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടാൻ ചാൻസസ് ഉള്ള IPOs ആണ്. ഇനി നമ്മളെ സംബന്ധിച്ച് മറ്റു ന്യൂസുകളൊക്കെ നോക്കുകയാണെങ്കിൽ കാനറ ബാങ്ക് നാളെ അവരുടെ ബോർഡ് മീറ്റിംഗ് ഉണ്ട്. സ്റ്റോക്ക് സ്പ്ലിറ്റ് ചെയ്യാണ്. സ്റ്റോക്ക് സ്പ്ലിറ്റിംഗ് വരുമ്പോൾ തീർച്ചയായിട്ടും ലിക്വിഡിറ്റി കൂടാം. ഒപ്പം നമ്മുടെ PSU ബാങ്കുകളുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല പെർഫോമൻസ് പ്രൈവറ്റ് ബാങ്കുകളെ കമ്പയർ ചെയ്യുമ്പോൾ PSU ബാങ്കുകളാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ബാങ്ക് ഓഫ് ബറോഡ, കാനറ ബാങ്ക്, PNB, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, യൂണിയൻ ബാങ്ക്, ഇന്ത്യൻ ബാങ്ക്, ഈ ബാങ്കുകളൊക്കെ വളരെ പോസിറ്റീവായിട്ടുള്ള പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. സൗത്ത് ഇന്ത്യൻ ബാങ്ക് നമ്മൾ കഴിഞ്ഞ ആഴ്ച റെക്കമെൻഡ് ചെയ്തിട്ടുള്ള സ്റ്റോക്കാണ്. 1 ഇയറിനുള്ളിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന പ്രൈസ് 50 രൂപയാണ്. ഇപ്പോൾ റൈറ്റ് ഇഷ്യൂ നടക്കുന്നുണ്ട്. ആ റൈറ്റ് ഇഷ്യൂവിന് ശേഷം സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ സ്റ്റോക്ക് പ്രൈസ് മുന്നേറാനുള്ള ചാൻസസ് ആണ്. 1 ഇയറിനുള്ളിൽ നല്ലൊരു അപ്രീസിയേഷൻ കിട്ടാം. ഇപ്പോൾ അപ്ലൈ ചെയ്യുന്ന നാളെയും കൂടി ബൈ ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിന് റേറ്റ് വാങ്ങാനായിട്ട് സാധിക്കും. എക്സ് റേറ്റ് ആവുമ്പോൾ തീർച്ചയായിട്ടും സ്ലൈറ്റ് ആയിട്ടുള്ളൊരു റിഡക്ഷനൊക്കെ വന്നേക്കാം. പക്ഷേ റൈറ്റ് ഇഷ്യൂ ക്ലോസ് ചെയ്യുന്നതോട് കൂടിയിട്ട് ആ റിഡക്ഷനൊക്കെ കോമ്പൻസേറ്റ് ചെയ്യുന്നുള്ള എക്സ്പെക്റ്റേഷനാണുള്ളത്. അപ്പോൾ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് സൗത്ത് ഇന്ത്യൻ ബാങ്ക് വാങ്ങി വയ്ക്കാവുന്ന ഒരു സ്റ്റോക്കാണ്. ഇനി നമ്മുടെ കേരളത്തിലത്തെ സ്ഥിതി നോക്കുകയാണെങ്കിൽ കേരളത്തിൽ നമുക്ക് ധാരാളം കമ്പനികളുണ്ട്. നമ്മുടെ സ്റ്റേറ്റിനെ മറ്റ് സ്റ്റേറ്റുകളൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്റ്റേറ്റ് ഒരു ഡെവലപ്ഡ് സ്റ്റേറ്റാണ്. മറ്റ് സ്റ്റേറ്റുകളൊക്കെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റേറ്റ്. പക്ഷേ നമുക്ക് ഗുജറാത്തിനെയോ അല്ലെങ്കിൽ മഹാരാഷ്ട്ര സിറ്റികളെയൊക്കെ ഒരു പക്ഷേ മാറ്റി നിർത്താം. അത് കഴിഞ്ഞാൽ കേരളം നോക്കുകയാണെങ്കിൽ കേരളം എല്ലാ വില്ലേജുകളും എല്ലാ 3 ടയർ 2 ടയർ സിറ്റികളൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ കേരളം ആസ് എ ഹോൾ സിറ്റി ആയിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുള്ളൂ. നമ്മൾ ട്രാവൽ ചെയ്യുമ്പോഴും നമ്മുടെ സ്റ്റേറ്റ് വലിയ രീതിയിൽ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും നമ്മുടെ സ്റ്റേറ്റിനെ കുറിച്ച് എപ്പോഴും നെഗറ്റീവ് തിങ്കിങ് ആണ്. പ്രത്യേകിച്ച് നമ്മുടെ പൊളിറ്റീഷ്യൻസിന് വളരെ നെഗറ്റീവ് തിങ്കിങ് ആണ്. പക്ഷെ നമ്മൾ ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനികളുടെ പെർഫോമൻസ് നമ്മുടെ കേരളത്തിലുണ്ടായിക്കൊണ്ടിരിക്കുന്ന ജോബ് അഡീഷൻസൊക്കെ വളരെ കൂടുതലാണ്. നമ്മളെപ്പോഴും നമ്മുടെ യങ് ജനറേഷൻ പുറത്തു പോകുന്നു എന്നുള്ളൊരു വലിയ രീതിയിലുള്ള കംപ്ലൈൻ്റ് ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ IT പാർക്കുകളിൽ ആഡ് ചെയ്യുന്ന നമ്പർ ഓഫ് എംപ്ലോയീസ് വളരെ കൂടുതലാണ്. നമ്മുടെ ടെക്നോ പാർക്ക് ട്രിവാൻഡ്രം, കൊച്ചി, അതുപോലെ തന്നെ കൊരട്ടി, കാലിക്കറ്റൊക്കെ വലിയ രീതിയിലുള്ള എംപ്ലോയ്മെൻറ്റ് തന്നെയാണ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ എല്ലാ സിറ്റികളിലും ധാരാളം മാളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ലുലുവിൻ്റെ മാള് പാലക്കാട് വന്നു, ഇനി കാലിക്കറ്റ് വരുന്നു. അതോടൊപ്പം തന്നെ മറ്റ് പല ജയൻറ്റ് മാളുകളും വന്നുകൊണ്ടിരിക്കുകയാണ്. ലുലു ഓൾറെഡി ട്രിവാൻഡ്രത്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞു. നമ്മുടെ നൈബറിങ് സ്റ്റേറ്റുകളിൽ കോയമ്പത്തൂർ മാത്രമാണ് ഇപ്പോൾ ലുലു വന്നിട്ടുള്ളത്. അപ്പോൾ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ലുലു പോലുള്ള സൂപ്പർ മാർക്കറ്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ടെക്സ്റ്റൈൽ ഷോറൂമുകൾ നമ്മുടെ അവിടെ നന്നായിട്ട് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം ധാരാളം ട്രെൻഡിൻ്റെ സ്റ്റുഡിയോ അല്ലെങ്കിൽ വെസ്റ്റ് സൈഡൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഏത് മുക്കിലും മൂലയിലും ഏത് വില്ലേജുകളിൽ ചെന്ന് കഴിഞ്ഞാലും നമ്മുടെ സ്റ്റേറ്റിൽ ഇത്തരത്തിലുള്ള ഹൈടെക് സ്റ്റോറുകളാണ് വന്നുകൊണ്ടിരിക്കുക. അപ്പം നമ്മുടെ സ്റ്റേറ്റിനെ കുറിച്ച് നമുക്ക് അഭിമാനിക്കണം. കാരണം വലിയ അലഗേഷൻസ് പൊളിറ്റീഷ്യൻസ് പറയുന്നുണ്ടെങ്കിലും നമ്മുടെ സ്റ്റേറ്റ് ഇപ്പോഴും ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓഫ് കോഴ്സ് നമുക്ക് ധാരാളം നെഗറ്റീവ്സ് ഒക്കെ ഉണ്ട്. എന്നിരുന്നാലും നമുക്ക് അഭിമാനിക്കാം. ഒപ്പം നമ്മുടെ കമ്പനികളുണ്ട്. ഒന്ന് കൊച്ചിൻ ഷിപ്പ് യാർഡ് ഉണ്ട്, അപ്പോളോ ടയർ ഉണ്ട്, അതുപോലെ തന്നെ കിറ്റെക്സ് ഉണ്ട്, FACT ഉണ്ട്, ഫെഡറൽ ബാങ്ക് ഉണ്ട്, കാത്തലിക് സിറിയൻ ബാങ്ക് ഉണ്ട്, സൗത്ത് ഇന്ത്യൻ ബാങ്ക് ഉണ്ട്, ധനലക്ഷ്മി ബാങ്ക് ഉണ്ട്, ഇസാഫ് ബാങ്ക് ഉണ്ട്, സ്കൂബിയുടെ ഉണ്ട്, വി-ഗാർഡ് ഉണ്ട്, കല്യാൺ ജുവല്ലേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ ലിസ്റ്റ് ചെയ്യാത്ത ജോയ് ആലുക്കാസ് ഉണ്ട്, ആലുക്കാസ് ജുവല്ലേഴ്സ് ഉണ്ട്, ജോസ്കോ ഉണ്ട്, മലബാർ ലിസ്റ്റിങ്ങിന് വരികയാണ്, മലബാർ ജുവല്ലേഴ്സ് ഉണ്ട്. ഒപ്പം നമ്മൾ ലിസ്റ്റ് ചെയ്തത് വലിയ രീതിയിൽ ഇൻവെസ്റ്റേഴ്സിന് ഗെയിൻ നേടിക്കൊടുത്തിട്ടുള്ള ഒരു സ്റ്റോക്കും കൂടിയാണ് മെഡിക്കൽ രംഗത്തുള്ള അല്ലെങ്കിൽ ഹോസ്പിറ്റൽ രംഗത്ത് ആസ്റ്റർ DM
നിയമമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ തന്നെ ഒരു പബ്ലിക് സെക്ടർ യൂണിറ്റ്, ഒരു യൂണിറ്റ് നമ്മുടെ അവിടെ തന്നെ ലിസ്റ്റഡ് ഉണ്ട്. ITA ഉണ്ട്. ITAയുടെ സ്റ്റോക്ക് പ്രൈസ് 300 രൂപയ്ക്ക് അടുത്താണ് ട്രേഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ലോകത്തിലെ ഫസ്റ്റ് സോളാർ എയർപോർട്ടാണ് നമ്മുടെ സിയാൽ, കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട്. അത് നമുക്ക് ഇവിടെ ഉണ്ട്. ഒപ്പം വലിയ രീതിയിൽ ഇൻവെസ്റ്റേഴ്സിന് ഗെയിൻ നേടിത്തി കൊടുത്തുള്ള മണപ്പുറം, മുത്തൂറ്റ് ഗ്രൂപ്പ് കമ്പനികളും ഫിനാൻസ് കമ്പനികളുണ്ട്. അപ്പോൾ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മുടെ സ്റ്റേറ്റ് വളരെ വളരെ മുന്നിലാണ് മറ്റ് സ്റ്റേറ്റുകളായിട്ട് നോക്കുമ്പോഴും. നമ്മൾ ഇൻവെസ്റ്റേഴ്സിൻ്റെ നമ്പർ നോക്കുകയാണെങ്കിൽ ഒരു പക്ഷേ നമ്മൾ താഴെയാണ്, സ്റ്റിൽ നമ്മൾ താഴെയാണ് മറ്റ് സ്റ്റേറ്റുകളൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോഴും. കാരണം നമുക്കൊരു ഡേ ട്രേഡിംഗ് അല്ലെങ്കിൽ ട്രേഡിംഗ് ആക്ടിവിറ്റിയാണ് ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റിനേക്കാളും കൂടുതൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതിനൊരു ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം ധാരാളം ആൾക്കാർ SIP കൂടിയും അതുപോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെൻറ്റിൽ കൂടിയൊക്കെ ധാരാളം ഇൻവെസ്റ്റേഴ്സ് മാർക്കറ്റിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിൽ നോക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മളൊരു ഡെവലപ്ഡ് സ്റ്റേറ്റ് ആണ്. ഓഫ് കോഴ്സ് നമ്മുടെ സ്റ്റേറ്റ് ഫിനാൻസസ് ഒക്കെ വെച്ചുകൊണ്ട് പലരും പല കമൻറ്റുകളൊക്കെ പലയിടത്തും നടത്തുന്നുണ്ടായിരിക്കാം. പക്ഷെ നമ്മുടെ സ്റ്റേറ്റിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നമ്മളെ സ്റ്റേറ്റ് ഒരു ഡെവലപ്ഡ് സ്റ്റേറ്റ് ആണ്. അപ്പം നമ്മുടെ സ്റ്റേറ്റിൽ നിന്നുള്ള പല കമ്പനികളും ഇപ്പോഴും അണ്ടർപ്രൈസ്ഡ് ആണെന്നാണ് എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ. പ്രത്യേകിച്ച് FACT ഗ്രീൻ ഹൈഡ്രജൻ രംഗത്തേക്ക് കിടക്കുകയാണ്. 3-4 വർഷം മുമ്പ് ആർക്കും വേണ്ടാതിരുന്നൊരു സ്റ്റോക്കായിരുന്നു ഫാക്റ്റ് നല്ല രീതിയിൽ മുന്നേറിയിരുന്നു. വെള്ളിയാഴ്ച സ്വല്പം വീക്കാണ്. പക്ഷേ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ ഗ്രീൻ ഹൈഡ്രജൻ രംഗത്തേക്കും കൂടി ഇവർ കിടക്കുകയാണ്. പോസിറ്റീവ് ആയിട്ടുള്ള റിയാക്ഷൻ ഈ സ്റ്റോക്കിൽ അടുത്ത മാസങ്ങളിലൊക്കെ കാണാനുള്ള ചാൻസസ് ഉണ്ട്. അതുപോലെ തന്നെ സിയാൽ, കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടും ഗ്രീൻ ഹൈഡ്രജൻ റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിലേക്ക് കിടക്കുകയാണ്. ഈ ന്യൂസ് വന്നപ്പോൾ തന്നെ സിയാലിൻ്റെ അൺഒഫീഷ്യൽ ഗ്രേ മാർക്കറ്റിലെ പ്രൈസ് 40 രൂപയാണ് അപ്രീഷിയേറ്റ് ചെയ്തത്. ഇപ്പോൾ 200 രൂപയുണ്ടായിരുന്ന സ്റ്റോക്ക് 240 റേഞ്ചിലൊക്കെയാണ് ട്രേഡ് ചെയ്യുന്നത്. ഇപ്പോൾ BPCLായിട്ട് കരാറായി കഴിഞ്ഞു. ഇപ്പോൾ അൺഒഫീഷ്യൽ മാർക്കറ്റിൽ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ നിക്ഷേപിക്കുന്ന ഇൻവെസ്റ്റേഴ്സിന് സിയാൽ വാങ്ങി വയ്ക്കുന്നു. ഒരുപക്ഷെ ബെറ്റർ ആയിട്ടുള്ള റിട്ടേൺ നൽകിയേക്കാം. 300-320 രൂപ റേഞ്ചിലേക്ക് ഉയരാനുള്ള ചാൻസസ് ഉണ്ട്. പക്ഷേ ലിസ്റ്റിംഗ് എന്നാണ് ഈ സ്റ്റോക്കിൻ്റെ എന്ന് പറയാൻ നമുക്ക് കഴിയില്ല. കാരണം അത് ഗവൺമെൻറ് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസിഷനൊക്കെയാണ്. അപ്പോൾ ഞാനിന്ന് പ്രത്യേകിച്ച് കേരളത്തിനെ കുറിച്ച് എന്താണെന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും നെഗറ്റീവാണ്. നമ്മൾ പേപ്പർ തുറന്നാൽ നെഗറ്റീവാണ്, ഗവൺമെൻറ് ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ് ശരിയല്ല, ഇത്തരത്തിലുള്ള പല കാര്യങ്ങളാണ് നമ്മുടെ ചാനൽ ചർച്ചകളിൽ എല്ലായിടത്തും വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മുടെ സ്റ്റേറ്റും ഡെവലപ്ഡ് ആണ്. ധാരാളം നല്ല കമ്പനികൾ നമ്മുടെ അവിടെ ഉണ്ട്. മറ്റുള്ള എല്ലാ സ്റ്റേറ്റുകളെ പോലെയുള്ള ഒരു ഫിസിക്കൽ സിറ്റുവേഷൻ തന്നെയാണ്. ഒരു പക്ഷേ കടമെടുക്കലൊക്കെ കൂടുതലുണ്ടായിരിക്കാം. അതിനിപ്പോഴത്തെ നമ്മുടെ ധനകാര്യമന്ത്രി നമ്മുടെ ബാലഗോപാലിനെ നമ്മൾ കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല. എല്ലാ കാലത്തും നമ്മൾ ഇത്തരത്തിലുള്ള ഒരു കണ്ടീഷനൊക്കെ തന്നെയാണ് കടന്നു പോന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ സ്റ്റേറ്റിനെ കുറിച്ച് അഭിമാനിക്കുക. നമ്മുടെ സ്റ്റേറ്റുകളിൽ നിന്ന് റിട്ടേൺ കിട്ടാവുന്ന സ്റ്റോക്കുകൾ നിക്ഷേപിക്കുക. ധാരാളം സ്റ്റോക്കുകളുണ്ട്, ഞാൻ പറഞ്ഞ ലിസ്റ്റിലുള്ള സ്റ്റോക്കുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ വീക്കിലി പോഡ്കാസ്റ്റിൽ എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത്. വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. നമ്മൾ പ്രൈസ് ഏർണിംഗ് റേഷ്യോ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ പ്രീമിയത്തിലാണ് മറ്റ് മാർക്കറ്റുകളായിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ മാർക്കറ്റ് വാല്യുവേഷൻ. പക്ഷേ ഫണ്ടമെൻ്റൽ ന്യൂസ് ഫ്ലോസ് വളരെ പോസിറ്റീവാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ ആക്ഷൻസും വളരെ പോസിറ്റീവാണ്. അപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞാലും നമുക്ക് മാർക്കറ്റിൽ നല്ലൊരു റാലി എക്സ്പെക്റ്റ് ചെയ്യാമെന്നുള്ളൊരു വിശ്വാസമാണ് എനിക്കുള്ളത്. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. നമ്മൾ റെക്കമെൻഡ് ചെയ്തിട്ടുള്ള നമ്മുടെ പ്രീമിയം പിക്കുകൾ, ഗോൾഡൻ പിക്കുകളൊക്കെ നമ്മുടെ ഇൻവെസ്റ്റേഴ്സിന് നമ്മുടെ റിസർച്ച് ഹൗസിൽ നിന്ന് കൊടുക്കുന്നുണ്ട്. അത് തീർച്ചയായിട്ടും നമ്മുടെ ഇൻവെസ്റ്റേഴ്സിന്, കോട്ടക് ഷെയർ വെൽത്തിൻ്റെ ഇൻവെസ്റ്റേഴ്സിന് എക്സ്ക്ലൂസീവായിട്ടാണ് നമ്മൾ പ്രീമിയം ഗോൾഡൻ പിക്കുകളൊക്കെ കൊടുക്കുന്നത്. അതിന് ശേഷമായിരിക്കും നമ്മൾ പബ്ലിക്കായിട്ട് മറ്റ് ഇൻവെസ്റ്റേഴ്സിന് കൊടുക്കുന്നത്. കാരണം അത് നമ്മൾ വിശ്വാസം അർപ്പിച്ചിട്ടുള്ള നമ്മുടെ ഇൻവെസ്റ്റേഴ്സിനാണ് പ്രയോറിറ്റി, അല്ലാതെ വേറൊരു പ്രയോറിറ്റി ഇല്ല. എല്ലാവരും ഇത്തരത്തിലുള്ള അവസരങ്ങളും യൂസ് ചെയ്യുക, നല്ല വെൽത്ത് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് വീക്ക് ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ വീക്കിലി പോഡ്കാസ്റ്റ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.